ചിക്കൻ്റെയും ബീഫിൻ്റെയും ഒക്കെ കട്ട്ലേറ്റ് നമ്മൾ കാണാറും കഴിക്കാറും ഒക്കെ ഉള്ളതാണ് കോമൺലി. ഇന്ന് പക്ഷേ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പുതിയൊരു ഐറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്. മീൻ വെച്ചിട്ടാണ് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിനകത്തിലേക്ക് എണ്ണ ഒഴിക്കുക. ശേഷം നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയും അതുപോലെ തന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി എന്നിവ അരിഞ്ഞ ശേഷം നമുക്കത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് എണ്ണ ചേർത്ത് വേണം വഴറ്റി കൊടുക്കാനായിട്ട്. ഈ സംഭവം വഴറ്റി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീ ലോ ഫ്ലെയിമിലായിരിക്കണം ഇട്ടിട്ടുണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ കണ്ടോ, ഇപ്പോൾ അത് ഇച്ചിരി ഉപ്പും കൂടി ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സവാളയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടും. നമ്മൾ സാധാരണ കറിക്ക് അരിയുന്ന പോലെ അല്ല കേട്ടോ അരിഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ ഒരു സമയം അത് വാടുന്ന സമയത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങ, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നമ്മളിവിടെ ട്യൂണ ഫിഷാണ് എടുത്തിട്ടുള്ളത്. ട്യൂണ, അതായത് നമ്മൾ ചൂര എന്നൊക്കെ പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോന്നാണ് പറയുന്നത്. അപ്പം നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചട്ടി എടുക്കുക. ആ ചട്ടിക്കകത്തോട്ട് നമ്മുടെ ഈ അരിഞ്ഞു വെച്ച കിഴങ്ങും അതുപോലെ തന്നെ നമ്മുടെ ട്യൂണ ഫിഷും കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് വെതറിയ ശേഷം നമുക്ക് അടുപ്പത്ത് വെക്കാം. നമ്മൾ ചട്ടിക്കകത്ത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നമ്മൾ പുഴുങ്ങിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് നേരെ നമ്മൾ വിറക് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങ് വേവിക്കാൻ നിൽക്കരുത്. അത്യാവശ്യം വേവായി കഴിയുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങിയെടുക്കുമ്പോൾ ആ ഗൈസ് ഇങ്ങനെയാണുള്ളത്. അത് ആറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും അതുപോലെ വേണ്ട കുറച്ച് സഹായങ്ങൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മേക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ പാചക അപ്പച്ചനാണ്. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഴറ്റി എടുത്തിരുന്ന ആ ഒരു ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ ഇല്ലേ, അത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതായത് അത്യാവശ്യം നല്ലൊരു പേസ്റ്റ് ആ ഒരു പരുവത്തിലാവണം. എന്നിട്ട് അത് നമ്മൾ എടുത്ത ശേഷം ഇനി നമ്മുടെ ആ കിഴങ്ങുണ്ടല്ലോ, ആ കിഴങ്ങിനകത്തോട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുഴുങ്ങിയെടുത്ത ആ ഒരു മീനുണ്ടല്ലോ, അതായത് ഇപ്പം ട്യൂണ ഫിഷ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല കട്ടിയുള്ള ഒരു മീനാണ് ട്യൂണ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കാരണം നമ്മൾ കൈ വെച്ച് ഞെരടി കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം അതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിങ്ങനെ ഓരോരോ തരി പോലെ നമുക്കിങ്ങനെ വിട്ട് കിട്ടും. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഈ മീനും അതുപോലെ തന്നെ നമ്മൾ ഈ അരച്ച വെളുത്തുള്ളി, ഇഞ്ചി അല്ല അങ്ങനത്തെ പേസ്റ്റും അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ശേഷം മല്ലിയില, അത് വേണമെങ്കിൽ ഓപ്ഷണലാണ്. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ചിലവർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. അപ്പം ഇഷ്ടമുള്ളവർ നമ്മുടെ മല്ലിയിലയും കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അരിഞ്ഞ് അതിനോടൊപ്പം ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മല്ലിയിലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണവും, അതായത് നമ്മുടെ ഈ സംഭവം ഒന്ന് വെന്തൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാനൊക്കെ കിട്ടും. അപ്പം ചിലവർക്കൊക്കെ ഇഷ്ടമാണ്, ചിലർക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഐറ്റമാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് പുഴുങ്ങുന്ന ടൈമിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇടാവുള്ളൂ. പിന്നെ ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുരുമുളക് പൊടി വേണം, അതുപോലെ തന്നെ അത്യാവശ്യം പെരുംജീരകപ്പൊടി, കുറച്ച് ഗരം മസാല, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആവശ്യത്തിന് മാത്രം ചേർത്തിട്ട് നമുക്കിതൊരു പിടി അങ്ങോട്ടിനും പിടിക്കണം. അതായത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. കാരണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ ഉപ്പും അതുപോലെ തന്നെ നമ്മൾ മസാല എല്ലാം ഇട്ടതുകൊണ്ട് തന്നെ എല്ലാ സൈഡിലോട്ടും എത്തണം. നമ്മളിപ്പോൾ ഒരു ബേസിനകത്തിട്ടാണ് ഇപ്പോൾ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ സൈഡിലോട്ടും നമുക്ക് നന്നായിട്ടൊന്ന് വിശദീകരിച്ച് നമുക്കൊന്ന് കുഴയ്ക്കാനായിട്ട് പറ്റും. എന്നിട്ട് അത് കുഴച്ച് നമ്മളൊന്ന് സെറ്റാക്കി കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നമ്മുടെ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറെ കുറേ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും, അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ നന്നായിട്ട് വീട്ടിൽ നല്ല ഹെൽത്തിയറായിട്ട് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ, കുട്ടികളും പ്രായം ചെന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും മീനും ഒക്കെ മേടിക്കാറുള്ളതാണ്. എല്ലാവരുടെയും വീട്ടിൽ ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും മീൻ കാണും. പ്രത്യേകിച്ച് ട്യൂണ ഫിഷ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മീനാണ്. പിന്നെ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടും. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ
പിന്നെ ഉപ്പ് നോക്കിയ ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് കറക്റ്റാക്കി കൊടുക്കുക, ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കട്ട്ലേറ്റിന് ഉപ്പില്ലെങ്കിൽ, അതായത് ഉപ്പുണ്ടെങ്കിൽ കറക്റ്റ് നമുക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇച്ചിരി കുറവാണെങ്കിൽ ഇടാം, പക്ഷേ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി ഈ സംഭവം നമ്മൾ എടുത്ത് വെച്ച ആ ഒരു സംഭവം എല്ലാം കൂടെ, അതായത് ബാറ്റർ എല്ലാം കൂടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്കിനി ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഉരുട്ടി ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. എത്ര നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നോ നിങ്ങളുടെ ഇഷ്ടമുള്ള വലിപ്പത്തിന് ഇഷ്ടമുള്ള ഷേപ്പിലും ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് ഉരുട്ടി മാറ്റി വെക്കാം. ഞങ്ങളിപ്പോൾ ഒരു ചെറിയൊരു ബോളായിട്ടാണ് ഇത് ഉരുട്ടി മാറ്റി വെക്കുന്നത്. അതുപോലെ തന്നെ ഒന്നേ തൊടാതെ വേണം കേട്ടോ വെക്കാനായിട്ട്. അതായത് ഇച്ചിരി ഗ്യാപ്പിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതേ കണക്ക് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ അപ്പച്ചനാണെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറ്ററിംഗ് സർവീസാണ്. അപ്പോൾ അതിന് ഞങ്ങളുടെ നോൺ വെജിൻ്റെ മെയിൻ കുക്കാണ് കേട്ടോ അപ്പച്ചൻ എന്ന് പറയുന്നത്. ഞങ്ങളോട് വലിയ കാര്യമാണ്, അതുകൊണ്ട് പറയുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരും. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 4 മുട്ട വേണം. അത് നമുക്കൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 4 മുട്ടയും ഞാൻ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഈ മുട്ടയുടെ അളവെന്നൊക്കെ പറയുന്നത് നിങ്ങളിപ്പം കുറച്ചധികം പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മുട്ടയുടെ എണ്ണം നിങ്ങൾ കൂട്ടിക്കോളാം. അതുപോലെ തന്നെ അല്ല കുറച്ചാണ് നിങ്ങളിപ്പോൾ ഒരു 5 പേർക്കോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഒരു 10 പേർക്കൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ മുട്ടയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ വേണം. ഞങ്ങളിപ്പം അത്യാവശ്യം ഒരു 10, 20, 25 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻലി വേണ്ട മറ്റൊരു ഐറ്റമാണ് റസ്ക് എന്ന് പറയുന്നത്. റസ്ക് നമുക്ക് ഇപ്പോൾ ഒരുപാടുണ്ട്. എലൈറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ബ്രിട്ടാനിയ, അങ്ങനെ പല ബ്രാൻഡിൻ്റെ നമുക്ക് റസ്ക് അവൈലബിൾ ആണ്. അപ്പം റസ്ക് നമുക്കിനി പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോവരുത്. ജസ്റ്റ് ഇങ്ങനെ ഒരു തരി പോലെ കിടക്കണം. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ച ആ ബോൾസൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. എന്നിട്ട് നമ്മളുടെ ആ മാറ്റി വെച്ച മുട്ടയുണ്ടല്ലോ, ആ മുട്ടയ്ക്കകത്തോട്ട് ഒരു ശകലം മൈദാപ്പൊടി ഇടുക. ആ മൈദാപ്പൊടി ഇട്ട ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഗൈസ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഈ റസ്ക് പൊടിയും കൂടെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിൻ്റെ ഓരോ ഐറ്റംസ് ആദ്യം മുട്ടയ്ക്കകത്ത് മുക്കിയ ശേഷം ഈ റസ്ക് പൊടിയിൽ നന്നായിട്ട് ഒന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എടുത്ത് വെക്കാം. ഞാൻ ഈ പൊടിച്ചത് കുറച്ച് കൂടുതൽ പൊടിഞ്ഞു പോയി, പക്ഷേ അപ്പോൾ നിങ്ങൾ എടുക്കാൻ നേരം ഇത്രയും പൊടിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാൽ മതി. അപ്പോൾ കണ്ടോ, ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് വെക്കുക. അതായത് ഇങ്ങനെ മിക്സ് ഇങ്ങനെ ചെയ്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഡയറക്റ്റ്ലി എണ്ണയ്ക്കകത്തോട്ടിട്ട് പൊരിച്ചിങ്ങെടുത്താൽ മതി. അത്രയേ ഉള്ളൂ ഈ ഒരു കട്ട്ലേറ്റിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതിനിടയ്ക്ക് ഞങ്ങളുടെ രക്ഷക്കുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്, ഞാനിടയ്ക്ക് വഴക്കും പറയുന്നുണ്ട്. പിന്നെ വീഡിയോ ഷൂട്ടിങ് എൻ്റെ വകയാണ്, പിന്നെ പാവം പിടിച്ച അപ്പച്ചനെല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ആ സംഭവങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതായത് എണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ച ശേഷം കുറച്ചധികം നമ്മുടെ എണ്ണ തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാം, സാധാരണ നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ